Good morning, students. In the last class, we started our discussion on basic concepts of national income. We discussed several concepts. The important among them are different types of goods. Goods are divided into intermediate goods and final goods. Intermediate goods are goods which is used for further production. Example, raw materials. വീണ്ടും പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്, അസംസ്കൃത വസ്തുക്കൾ. ഫോർ എക്സാമ്പിൾ, സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് മെഷീനറി. Then plastic is used for making different types of utensils like buckets, mugs, etc. Then final goods are divided into two: consumer goods and capital goods. Consumer goods are those goods which is used for consumption purposes. Final goods are those goods which are directly used for satisfying our wants. There is no need of further processing. We can directly use these goods. These goods are divided into consumer goods and capital goods. Consumer goods are goods which is used for consumption purposes, and capital goods are used for production purposes. Capital goods includes tools, implements, machinery, etc. അപ്പോൾ ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് അവ ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സിനെയാണ്, വേറെ യാതൊരു പ്രോസസ്സിങ്ങും ആവശ്യമില്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ടി വി, കാർ, ചപ്പൽസ്, ഡ്രസ്, എക്സെട്ര ആർ ഫൈനൽ ഗുഡ്സ്. ഈ ഫൈനൽ ഗുഡ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് കൺസ്യൂമർ ഗുഡ്സ് എന്നും രണ്ട് ക്യാപിറ്റൽ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസംഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മെഷീനറിയാണ്, പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സാണ് ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഉപയോഗിക്കുന്ന ഗുഡ്സാണ് ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന ഗുഡ്സാണ് കൺസ്യൂമർ ഗുഡ്സ്. ദെൻ consumer goods are again divided into durable consumer goods and non-durable consumer goods. Durable എന്ന് പറഞ്ഞാൽ എന്താ, കുറേ കാലം പല പ്രാവശ്യം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ്. കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഫാൻ, ടി വി, ഫ്രിഡ്ജ്, എക്സെട്ര അതെല്ലാം ഡ്യൂറബിൾ ഗുഡ്സാണ്, കുറേ നാൾ നമുക്കത് ഉപയോഗിക്കാം. ഇനി നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാലോ, നോൺ ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഐറ്റംസ്. നമുക്കധികം നാൾ നീണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതാവും, കഴിഞ്ഞു പോകും, അവസാനിക്കും. അതിനെയാണ് നോൺ ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ്. വാരിയബിൾസ് എന്താണ്? വാരിയബിൾസ് ആർ ദോസ് തിങ്സ് ഹൂസ് വാല്യൂ ചേഞ്ചസ്. വാല്യൂവിന് ചേഞ്ചസ് ഉണ്ടാകുന്ന കാര്യങ്ങളെ, സാധനങ്ങളെ പറയുന്ന പേരാണ് വാരിയബിൾസ്. വി ക്യാൻ ഡിവൈഡ് വാരിയബിൾസ് ഇൻ ടു സ്റ്റോക്ക് വാരിയബിൾ ആൻഡ് ഫ്ലോ വാരിയബിൾ. ദർ ആർ ടു ടൈപ്സ് ഓഫ് വാരിയബിൾസ്, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വാരിയബിൾസ്. സ്റ്റോക്ക് ഈസ് എ സ്റ്റാറ്റിക് കൺസെപ്റ്റ്. ദർ ഇസ് നോ ടൈം ലിമിറ്റ് ഇൻ ഇറ്റ്. Examples for stock variables are supply of money, wealth, bank deposit, capital, etc. are stock concepts. Then flow is a variable, the value of which is measured at a particular period of time. Flow is a dynamic concept. Then examples: national income, imports, exports, capital formation, etc. are flow variables. ഈ വാരിയബിൾസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, സ്റ്റോക്ക് വാരിയബിൾ എന്നും ഫ്ലോ വാരിയബിൾ എന്നും. സ്റ്റോക്ക് വാരിയബിൾ എന്ന് പറഞ്ഞാൽ
കൃത്യമായിട്ടൊരു പോയിൻ്റ് ഓഫ് ടൈം പറഞ്ഞ് മെഷർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. അതൊരു സ്റ്റാറ്റിക് കൺസെപ്റ്റാണ്, നിശ്ചലമായ സ്ഥിരമായി നിൽക്കുന്ന ഒന്നാണ്, ചേഞ്ച് വരാത്ത ഒന്നാണ് സ്റ്റോക്ക് വേരിയബിൾ. ഫ്ലോ വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് മാറിക്കൊണ്ടിരിക്കും, ഒരു പീരീഡ് ഓഫ് ടൈം, ഒരു മാസം, ഒരു വർഷം, അങ്ങനെ ഒരു ടൈം ഡ്യൂറേഷൻ കൊടുത്ത് മെഷർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഫ്ലോ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പം നാഷണൽ ഇൻകം, കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തെ നാഷണൽ ഇൻകം, ഒരു മാസത്തെ നമ്മുടെ സാലറി, ക്യാപിറ്റൽ ഫോർമേഷൻ, കഴിഞ്ഞ മാസത്തെ എക്സ്പോർട്ട്, അങ്ങനെയൊക്കെ ഒരു ടൈം ഡ്യൂറേഷൻ പറഞ്ഞ് മെഷർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ഫ്ലോ വേരിയബിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് ഇൻവെൻ്ററി. വാട്ട് യു മീൻ ബൈ ആൻ ഇൻവെൻ്ററി? Inventory means quantity of output that could not sold. Quantity of output that could not sold. Stock of raw materials, finished goods and semi-finished goods and unsold goods that a firm carries over to the next year is called inventory. ഈ വർഷം പ്രൊഡക്ഷൻ നടത്തിയിട്ട് അത് വിറ്റഴിക്കാതെ ഉള്ള ഫിനിഷ്ഡ് പ്രോഡക്ട്സും വിറ്റഴിക്കാതെയുള്ള ഗുഡ്സും, അതുപോലെ റോ മെറ്റീരിയൽസ്, ഈ വർഷം വാങ്ങിയ റോ മെറ്റീരിയൽസ്, അതുപോലെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, പകുതി വർക്ക് ചെയ്ത ഗുഡ്സ്, അതെല്ലാം ഈ വർഷം തന്നെ ഉപയോഗിക്കാതെ അടുത്ത വർഷത്തേക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അതിനെ പറയുന്ന പേരാണ് ഇൻവെൻ്ററി. There are two types of inventories. There are accumulation of inventory and decumulation of inventory. What do you mean by accumulation of inventory? ഈ വർഷം ഉണ്ടായിരുന്ന, ഇപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഇൻവെൻ്ററിയുടെ ആ അളവിനേക്കാൾ കൂടുതലാണ് അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻവെൻ്ററി എങ്കിൽ അതിനെ നമ്മൾ അക്യുമുലേറ്റഡ് ഇൻവെൻ്ററി അല്ലെങ്കിൽ അക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററി എന്ന് പറയും. ദെൻ ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററി, ഈ വർഷം ഉണ്ടായിരുന്ന ഇൻവെൻ്ററിയേക്കാൾ കുറവാണ് അടുത്ത വർഷം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഇൻവെൻ്ററിയുടെ അളവ് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററി. അപ്പോൾ ദർ ആർ ടു ടേംസ്, അക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററി ആൻഡ് ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററി. ഇൻവെൻ്ററി ഇൻക്ലൂഡ്സ് unsold goods, raw materials, finished goods and semi-finished goods which a firm carries over from one year to next year is called inventories. Then we can calculate the change in inventory. Change in inventory is equal to production during the year minus sale during the year. We can calculate the value of inventory by using the equation production during the year minus സെയിൽ ഡ്യൂറിങ് ദ ഇയർ. എത്രയാണ് ചേഞ്ച്, ഈ 2 വർഷങ്ങൾ തമ്മിലുള്ള ചേഞ്ച് എത്രയാണ് ഇൻവെൻ്ററിയുടെ എന്ന് കാണാൻ പ്രൊഡക്ഷൻ, ഈ വർഷമുള്ള പ്രൊഡക്ഷൻ എത്രയാണ്, എത്ര കോടി അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയ്ക്കുള്ള പ്രൊഡക്ഷനാണ് നടന്നത്, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, ഈ വർഷം വിറ്റ് വരവ്, ഈ വർഷത്തെ വിറ്റ് വരവ് എത്രയാണോ അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ചേഞ്ചിങ് ഇൻവെൻ്ററി. ഇനി ചേഞ്ചിങ് ഇൻവെൻ്ററി കാണാനുള്ള മറ്റൊരു ഫോർമുലയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ചേഞ്ചിങ് ഇൻവെൻ്ററി ഇസ് ഈക്വൽ ടു ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഈ ഫിനാൻഷ്യൽ ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണോ അതിൽ നിന്ന് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണോ അത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ് ചേഞ്ചിങ് ഇൻവെൻ്ററി. നെക്സ്റ്റ് ബേസിക് കൺസെപ്റ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. Investment means creation or addition of physical assets which used to increase production. Investment means creation or addition of physical assets which used to increase output is known as investment. Creation of physical assets അതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഫിസിക്കൽ അസറ്റ്സ് അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്കറിയാം റോഡ്സ്, ബ്രിഡ്ജസ്, അതുപോലെ തന്നെ ബിൽഡിങ്സ്, ഫാക്ടറി ബിൽഡിങ്സ് എക്സെട്ര ആർ നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്. We can divide investment into two.
ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. വെൻ വി ഡിഡക്റ്റ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ഫ്രം ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് വി ഗെറ്റ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു gross investment minus depreciation. Next concept is net indirect taxes. What do you mean by indirect taxes? Indirect taxes are taxes imposed on goods and services, imposed on commodities. That is known as indirect taxes. For example, sales tax, excise duty, custom duty, value added tax, etc. are example for indirect taxes. Then what do you mean by net indirect tax? When the government imposes indirect tax on commodities, the prices of that commodities increases. The producers increase the price of that commodities. So, in order to reduce the amount of price, the government gives some financial help to the producers. That financial help is known as subsidies. The government provides electricity at a subsidized rate. Government gives some subsidies to purchase machinery, etc. When government gives subsidies, the cost of production decreases. The subsidies helps the producers to reduce the cost of production. Automatically, the producers compels to sell the product at a low cost. So, net indirect tax is the difference between indirect tax minus subsidy. That is known as net indirect tax. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന ടാക്സിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം സെയിൽസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, അതെല്ലാം ഇൻഡയറക്റ്റ് ടാക്സാണ്. ഇൻഡയറക്റ്റ് ടാക്സ് വരുമ്പോൾ ഗവൺമെൻറ് ഇൻഡയറക്റ്റ് ടാക്സ് സാധനങ്ങളിന്മേൽ ചുമത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ വില വർദ്ധിക്കുന്നു. അതുകൊണ്ട് വലിയ വിലയ്ക്ക് ആണ് ആ പ്രോഡക്ട്സ് വിറ്റഴിക്കുന്നത്. ഈ വില വർധനവ് തടയാൻ വേണ്ടി ഗവൺമെൻറ് പലതരത്തിലുള്ള ധനസഹായം പ്രൊഡ്യൂസേഴ്സിന്, ഉൽപ്പാദകർക്ക് കൊടുക്കുന്നു. ആ സഹായത്തിന് പറയുന്ന പേരാണ് സബ്സിഡി. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് സാമ്പത്തിക സഹായം കിട്ടുമ്പോൾ അവർക്ക് വില കുറച്ച് വിൽക്കാൻ, സാധനങ്ങളുടെ വില കുറച്ച് കൊടുക്കാൻ സാധിക്കും. ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം, പ്രൊഡ്യൂസേഴ്സ് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സ് അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്, ഗവൺമെൻറ് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്ന ധനസഹായം അതാണ് സബ്സിഡി. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ഈക്വൽ ടു ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. അനദർ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഈസ് transfer payments. Transfer payments are unilateral payments which is given to some individuals, governments or institutions without rendering any special service. യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് മാത്രം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് കൊടുക്കും, അതുപോലെ ഇൻഡിവിജ്വൽസ് കൊടുക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവരും അവർക്ക് തിരിച്ചൊന്നും കിട്ടാതെ തന്നെ പല വിധത്തിലുള്ള സഹായങ്ങൾ നൽകുന്നു. അതിനെയാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ്. ടാക്സ് ഈസ് എ കമ്പൽസറി ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ടാക്സ്, നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്ന ആൾക്ക് സ്പെഷ്യലായിട്ട് ആനുകൂല്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ്റും അതുപോലെ മറ്റു സ്ഥാപനങ്ങളും
പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ, അതുപോലെ വിഡോ പെൻഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷൻ, സ്കോളർഷിപ്സ് എക്സെട്ര ആർ ഗിവൺ ബൈ ദ ഗവൺമെൻറ് or several institutions to the individuals and the institutions. That is known as transfer payments. Then transfer payment is divided into two: current transfer payment and capital transfer payment. രണ്ട് തരത്തിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കറണ്ട് ട്രാൻസ്ഫർ പേയ്മെൻ്റ് എന്നും രണ്ട് capital transfer payment എന്നും. Current transfer payment is that payment which is made for consumption purposes, for current consumption. Transfer payment which is made for current consumption is known as current transfer payment. Then capital formation. Capital transfer payment means transfer payments made for capital formation. ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയുള്ള ട്രാൻസ്ഫർ പേയ്മെൻറ്റിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ഇത് കറൻറ്റ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്, കറൻറ്റ് കൺസംഷന് വേണ്ടി, ഇപ്പോൾ സ്കോളർഷിപ്പ്, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പലതരത്തിലുള്ള സ്കോളർഷിപ്പ് കൊടുക്കുന്നു, പഠന ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. അത് കറൻറ്റ് ട്രാൻസ്ഫർ പേയ്മെൻറ്റാണ്. ക്യാപിറ്റൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഫോർമേഷൻ, അതിനുവേണ്ടി ഗവൺമെൻറ്റും അതുപോലെ മറ്റു ഗവൺമെൻറ്റുകളും വിവിധ ഗവൺമെൻറ്റുകൾക്ക് സംഭാവനകൾ കൊടുക്കാറുണ്ട്. അതിനെയാണ് ക്യാപിറ്റൽ ട്രാൻസ്ഫർ പേയ്മെൻ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. വി സ്റ്റഡീഡ് അബൌട്ട് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡ്, ലേബർ, capital and organization is known as the factors, the four factors of production. These factors of production gets rewards like rent, wages, interest and profit. What you mean by net factor income from abroad? That means several foreigners works in India. For example, several foreigners works in India. We gave them factor payments or we gave them rewards like wages, interest, profits, etc. Several Indians works in foreign countries. They get factor income from that place. So, net factor income from abroad is the difference between factor income from abroad and factor income to abroad. വിദേശത്ത് നിന്ന് കിട്ടുന്ന, എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന എല്ലാവർക്കും കൂടി കിട്ടുന്ന ഇൻകമാണ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ആ ഇൻകത്തിൽ നിന്ന് ഫാക്ടർ ഇൻകം ടു എബ്രോഡ്, വിദേശികൾ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കണം, അതുപോലെ അവരുടെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, അങ്ങനെ റിവാർഡ്സ് അവർക്ക് കൊടുക്കണം. ആ ഡിഫറൻസ് നമ്മൾ വിദേശികൾക്ക് കൊടുക്കുന്ന ഇൻകം നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. സോ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഈസ് ഈക്വൽ ടു ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് minus factor income to abroad. So dear students, we discussed about several terms, several concepts related to national income calculation. The important among them are transfer payments, net factor income from abroad, net indirect tax, different types of goods, investment, etc. So please study these topics very well. Okay, thank you.